ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനല്ലെന്ന് കോടതി. വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനെയാണ് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടത്. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെന്നും ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യത സംശയകരമാണെന്നും കോടതി നിരീക്ഷിച്ചു. വിധിക്ക് പിന്നാലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധവുമുണ്ടായി. മകൾക്ക് നേരിടേണ്ടി വന്ന ക്രൂരപീഡനത്തിൽ പ്രതിക്ക് ഉചിതമായ ശിക്ഷ ലഭിക്കുമെന്നായിരുന്നു മാതാപിതാക്കളുടെ പ്രതീക്ഷകളത്രേ. എന്നാൽ കോടതി വിധി മറിച്ചായതോടെ കോടതി മുറ്റം വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒരു മാസത്തിന് മുമ്പ് തന്നെ പ്രതിയുടെ അപ്പം പറയുന്നു അവനെ വെറുതെ വിടും എന്നുള്ളത്. ഈ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജഡ്ജി പറയുക, ഈ പ്രതിയുടെ വക്കീലർ പറയുക, നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടതില്ലേ നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് പറയുക. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി. 2021 ജൂൺ 30 വണ്ടിപ്പെരിയാർ ചുരക്കളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പീഡനത്തിനിരയായി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് അന്വേഷണം അർജുനിലേക്ക് എത്തിയത്. പ്രതിക്കെതിരെ കൊലപാതകം, ബലാത്സംഗം, പോക്സോ വകുപ്പുകൾ ചുമത്തി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. വിചാരണ വേളയിൽ തെളിവുകളും തൊണ്ടിമുതലുകളും ഹാജരാക്കിയെങ്കിലും പ്രതിയെ വെറുതെ വിടുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെന്നും കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. 2.5 വർഷം യാതൊരുവിധ കുറ്റവുമില്ലാതെ തടവിലിട്ട് ടോർച്ചർ ചെയ്ത് അവന്റെ ശരീരത്തിലെ രോമവും കുന്നും അങ്ങോട്ടേക്കും എല്ലാം പറിച്ചെടുത്ത് ഓരോരോ കൃത്യവും തെളിവുണ്ടാക്കി ബാക്കി എസ്എച്ച്ഒയോട് ചോദിക്കുക, അയാൾ എന്താ തെളിവുകൾ പറയട്ടെ. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നും വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും പ്രോസിക്യൂഷനും വ്യക്തമാക്കി. ഞാൻ അപ്പീൽ റെക്കമെൻഡ് ചെയ്യും, എന്നിട്ട് അപ്പീൽ തയ്യാറാക്കി താമസമില്ലാതെ തന്നെ ഫയൽ. ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവായിരുന്ന അർജുനിലേക്ക് അന്വേഷണം എത്തിയതോടെ കേസിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന ആരോപണം ഉയർന്നിരുന്നു. വിധി വന്നതോടെ ആരോപണത്തിന് മൂർച്ച കൂടി. അന്വേഷണങ്ങളും തെളിവ് ശേഖരിക്കലുകളും ഒക്കെ തന്നെ പ്രതികൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് ഇടുക്കി ജില്ലയിലെ CPIM-ന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പ്രതിയെ വെറുതെ വിട്ടതിൽ പോലീസിനെതിരെ വിമർശനമുണ്ടെങ്കിൽ പരിശോധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു. വിമർശനമുണ്ടെങ്കിൽ ആ വിമർശനം പരിശോധിക്കാം. ആർക്കാണ് എതിരുള്ളത്? പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടാവും, അതൊക്കെ പരിശോധിക്കണം. വിധി ഞെട്ടലുളവാക്കുന്നതും സംശയം ജനിപ്പിക്കുന്നതുമെന്നായിരുന്നു CPIയുടെ പ്രതികരണം. പോലീസിന് വീഴ്ച പറ്റിയെന്ന് BJP നേതൃത്വവും കുറ്റപ്പെടുത്തി. കേസിൽ അപ്പീൽ നൽകാനാണ് പോലീസിന്റെ നീക്കം. വിധിക്ക് പിന്നാലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. തെളിവുകളുടെ അഭാവത്തിൽ പ്രതിസ്ഥാനത്തുള്ളയാളെ കോടതി വെറുതെ വിട്ടതോടെ യഥാർത്ഥ പ്രതി ആര് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. പുനരന്വേഷണം വേണമെന്ന പ്രതിഭാഗവും ആവശ്യപ്പെട്ടതോടെ പോലീസും സംശയത്തിന്റെ നിഴലിലായി. ഇടുക്കിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ ബിൽസൺ കളരിക്കലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.